നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലേക്ക് LDC UDC എന്ന രണ്ട് പോസ്റ്റുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ LDC ഇപ്പോൾ നിലവിലെല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയിൽ എഴുതി കഴിഞ്ഞവരുണ്ടായിരിക്കും, എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഈ LDC എന്ന് പറയുന്നത് നമ്മുടെ ICMRലേക്കാണ് നടക്കുന്നത്. അത് LDC ലോവർ ഡിവിഷൻ ക്ലർക്കും UDC അപ്പർ ഡിവിഷൻ ക്ലർക്കും എന്നീ രണ്ട് വ്യത്യസ്ത പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പറയുന്നത് സെപ്റ്റംബർ 19-നാണ്. ലാസ്റ്റ് ഡേറ്റ് ക്ലോസിങ് 19-നാണ്. 20 മുതൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 20-ാം തീയതി മുതൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്മിറ്റ് കാർഡും എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും, മെയിൽ വഴിയായിട്ട് അറിയിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT ടെസ്റ്റാണ്. ടെസ്റ്റിൻ്റെ ടൈമൊക്കെ നമുക്ക് ഇമെയിൽ വഴി അറിയും. പിന്നെ ഷെഡ്യൂൾഡ് സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ രണ്ട് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ 4 ആണ്. അതായത് 25,500 മുതൽ 81,000 വരെയാണ് സാലറി വരുന്നത്. നിലവിൽ 3 പോസ്റ്റുകളാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC ആണ്, അതും ലെവൽ 2 ആണ്. 19 മുതൽ 63,200 വരെയാണ് സാലറി എന്ന് പറയുന്നത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് UDCക്ക് ഡിഗ്രി ആണ്, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. ടൈപ്പിംഗ് സ്കില്ല് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, 2 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഡിസൈറബിൾ ആയിട്ടുള്ളതാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആൾക്കാണ്. SC ST OBC ഒക്കെ നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും. അതുപോലെ വരുന്ന LDC എന്നുള്ളതിലേക്ക് +2 പാസ്സായാൽ മതി. ടൈപ്പിംഗ് 35 വേർഡ് പെർ മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. ഗ്രാജുവേറ്റ് ഡിഗ്രിയിലൊക്കെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. അതുപോലെ ഏജ് ലിമിറ്റ് 18 മുതൽ 27 വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ അനുസരിച്ചുള്ള വെയിറ്റേജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 300 രൂപയാണ് ഫീസ്. അതിൽ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, SC ST എക്സ് സർവീസ് ആൻഡ് വുമൺ എക്സംപ്റ്റഡ് ഫ്രം ദ ഫീ എന്ന് പറയുന്നുണ്ട്, പേയ്മെൻറ്റ് ഓഫ് ഫീസ്. ബാക്കിയുള്ള എല്ലാവർക്കും 300 രൂപയാണ് ഫീസ് വരുന്നത്. മോഡ് ഓഫ് പേയ്മെൻറ്റ്, കാൻഡിഡേറ്റ് ക്യാൻ ഡെപ്പോസിറ്റ് എബവ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ. ആപ്ലിക്കേഷൻ പോർട്ടൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിൽ നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് അടക്കം പറ്റും എന്ന് പറയുന്നുണ്ട്. ഓൺലൈനായിട്ട് പിന്നെ അപ്ലൈ ചെയ്യേണ്ട സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ PDF നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ PDF ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. പിന്നെ എത്ര കാര്യങ്ങൾ, അപ്പർ ഡിവിഷൻ്റെ എക്സാമിന് 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് LDCക്കും അതുപോലെ 100 മാർക്കിൻ്റെ എക്സാമാണ്. സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ PDF ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിച്ചാൽ മതി. അതിലേക്ക് നമ്മളോട് വാട്സപ്പിട്ട് ചോദിക്കുക. ഇംഗ്ലീഷ് എക്സാം മോഡ് അറിയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഈ ഒരു PDF ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.